ഓസ്ട്രേലിയയിൽ പാമ്പുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓസ്ട്രേലിയയിൽ പാമ്പുണ്ട്, പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാമ്പിനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പാമ്പ് വരുന്നു, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ പാമ്പില്ലേ, അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലും പാമ്പുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരികയോ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വഴി കൂടെ ഒക്കെ എപ്പോഴും പാമ്പിനെ കാണുമോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല. അപ്പം ഞാനിവിടെ വന്നിട്ട് 1.5 വർഷമായി. ആ 1.5 വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഞാനൊരു പാമ്പിനെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു പാർക്കും, അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളവും കുറ്റിക്കാടും, അതിൻ്റെ അപ്പുറത്ത് തന്നെ പശുവിനെ ആടിനെയൊക്കെ മേയ്ക്കുന്ന വിശാലമായിട്ടുള്ള പുൽമേടുമാണ്. അപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒക്കെ പോകാറുണ്ട്. ഇതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ക്വീൻസ്ലാൻഡിലുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കാം, പറമ്പിക്കടെ പാമ്പ് പോകുന്ന അവർ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റോഡ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പേഴ്സണലി അറിയുന്ന ആൾക്കാരും ഇതുവരെ ഇവിടെ പാമ്പിനെ കണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും സ്നേക്ക് ബൈറ്റ് കൊണ്ടുള്ള മരണം വളരെ കുറവാണ് ഓസ്ട്രേലിയ. എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏരിയ അനുസരിച്ചിരിക്കും നമ്മൾ ഓസ്ട്രേലിയനെ ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്നുള്ള കാര്യം. നമ്മളൊരു റൂറൽ സിറ്റി നോക്കി എടുക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും ഇങ്ങനെ പാമ്പിനെ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇഷ്ടംപടി വീടുകളും ആൾക്കാരുകളും എപ്പോഴും നടക്കുന്ന ഏരിയ ഒക്കെയാണ്. അപ്പോൾ അവിടെയൊന്നും എന്തായാലും പാമ്പുകൾ ഉണ്ടാവത്തില്ല. ഒരുപാട് റൂറൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഒക്കെ ഉള്ള ഏരിയകളിലാണ് പാമ്പിനെ കാണപ്പെടാറ് തന്നെ.